അലീന സ്റ്റാൻലിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ട് ഡോറ് തുറന്നതും സ്റ്റാൻലി അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും കണ്ടിട്ട് ആകെ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ സ്റ്റാൻലിയുടെ മുഖം ആകെ മാറുന്നുണ്ട്, അലീന കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് അലീനയെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അലീന റൂമിലേക്ക് അറിയാതെ ഡോർ അടച്ചു വെച്ചിട്ട് അങ്ങനെ തന്നെ പോവുകയാണ്. സ്റ്റാൻലി ആൻ്റപ്പനെ വിളിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. അലീന ഇങ്ങോട്ട് വന്നു, എൻ്റെ റൂമിലേക്ക് വന്നു, അവൾ ഇങ്ങോട്ട് വരുന്ന കാര്യം എന്താ എന്നെ അറിയിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മദ്യപിക്കുന്നതും എല്ലാം അവൾ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, എപ്പോഴായാലും ആ കുട്ടി ഇതെല്ലാം കാണേണ്ടതല്ലേ, പിന്നെ എന്തിനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ റൂമിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിയാവില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം, അപ്പോൾ റൂമിലേക്ക് വന്നോട്ടെ, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മദ്യപിക്കുന്നത് അവൾ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മദ്യപിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മച്ചിക്കും മദ്യപിക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൻ്റപ്പനെ അറിയിക്കണം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് പൗലോസിനെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബെഡ് ഇത് വേണ്ടെങ്കിൽ നമുക്ക് വേറെ മേടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഞാൻ വെറും തറയിൽ പായ് വിരിച്ച് കിടന്നിട്ടാണ് എനിക്ക് ശീലം, എനിക്ക് ഇതെല്ലാം ഓക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വൈജയന്തിയാണെങ്കിൽ ബാലചന്ദ്രനെ കാണാത്തതുകൊണ്ട് മക്കളുടെ അടുത്ത് ചൂടാവുന്നുണ്ട്. നിങ്ങളുടെ അച്ഛൻ എന്താ ഇത്രയും നേരമായിട്ട് കാണാത്തത്, അവിടെ പോയിട്ട് ആക്കിയിട്ട് വരേണ്ട സമയമായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വരുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അലീനയും ചിലപ്പോൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ബബിക്കും ദേഷ്യം വരുന്നുണ്ട്. അമ്മയുടെ ഓരോ തോന്നലുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയുടെ അടുത്ത് വഴക്ക് പറയുന്നുണ്ട്. കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അമ്മയാണ് അറിയാത്തത്, ആരുടെ മനസ്സിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് ഉള്ളതെന്ന് അറിയില്ലല്ലോ, മണ്ണല്ലല്ലോ മാന്തിയും കുഴിച്ചും നോക്കാൻ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും വൈജയന്തിക്ക് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. ഇനി അലീന എങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്നുള്ള പേടി ഉള്ളിൽ വരികയാണ്. സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിലിരിക്കുമ്പോൾ അലീന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയെയും വിളിക്കണമെന്ന് ചോദിക്കണം. അപ്പോൾ അവൾ എൻ്റെ കൂടെ ഇരുന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അലീനയെ വിളിച്ചിട്ട് വരുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഒപ്പം പറയുന്നുണ്ട്, ടേബിൾ മാനേഴ്സ് ഉണ്ട് ഇവിടെ, അത് പാലിക്കണം എന്ന് പറയുന്നുണ്ട്. ഓ ശരിയെന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. അങ്ങനെ ഫോർക്കും സ്പൂണൊക്കെ എടുത്തിട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അത് കണ്ടതും ആകെ പേടിയാവുന്നുണ്ട്. എങ്ങനെ കഴിക്കണം, എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ അവൾ ചോറ് എടുത്തിട്ട് കഴിക്കണം. ചോറ് എടുത്തിട്ട് സ്പൂണും കൊണ്ട് ഇളക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കാതെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ചിക്കൻ പീസ് എടുക്കുമ്പോൾ താഴെ പോവുകയാണ്. താഴെ പോയ ചിക്കൻ പീസ് എടുത്തിട്ട് അവൾ കഴിക്കാൻ പോവുകയാണ്. കഴിക്കാൻ പോകുമ്പോൾ അലീന അത് എടുക്കരുത്, താഴെ വീണ പീസ് ഒരിക്കലും എടുക്കരുത്, ടേബിൾ മാനേഴ്സ് അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ വഴക്ക് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് ആകെ ടെൻഷൻ ആവുകയാണ്. സ്റ്റാൻലി പറഞ്ഞത് കേൾക്കാതെ അവൾ താഴെ വീണ ചിക്കൻ പീസ് എടുത്തിട്ട് കഴിച്ചിട്ട് പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന്. അത് കണ്ടതും സ്റ്റാൻലിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ അടുത്തല്ലേ അത് എടുക്കരുതെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.